കരഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രൻ രംഗത്ത്. അതായത് നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, ഒരു വോയിസ് ക്ലിപ്പ് ഇൻസ്റ്റഗ്രാമിലൂടെ ഓടുകയാണ്. ആര്യ രാജേന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പാണ്. അത് ഞാൻ വെച്ചു തരാം. ഓക്കെ. അതായത് നിലവിൽ ആര്യ രാജേന്ദ്രൻ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടാൻ കാരണം ആര്യയുടെ ദുർബലമായ ഭരണം അല്ല, നേരെ മറിച്ചിട്ട് പിണറായി വിജയന്റെ ഭരണ വികാര വിരുദ്ധത നല്ലോണം ആണിയടിച്ചത് കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. അല്ലാതെ എന്റെ ഇടപെടൽ കൊണ്ടല്ല, ഞാൻ കാരണമല്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് തിരുവനന്തപുരം ഭരിച്ചത്, കോർപ്പറേഷൻ ഭരിച്ചത്. അതുകൊണ്ട് പിണറായി വിജയൻ കാരണമാണ് ഞാൻ തോറ്റത് എന്നാണ് നിലവിൽ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പൊന്നു മനുഷ്യന്മാരെ, ഒരു വീഡിയോ നിങ്ങൾ ഇതൊന്ന് കാണണം. ഇത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതായത് പിണറായി വിജയൻ ഇന്നലെ വരെ ആരായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാനെങ്കിലും, അതായത് പിണറായി വിജയനെ കുറിച്ചിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ അറസ്റ്റ് ചെയ്യും. മാധ്യമങ്ങളിൽ അരുൺകുമാർ, ഹാഷ്മി തുടങ്ങിയ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഗിടഗിട വിറക്കുന്ന മാധ്യമങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇന്നലത്തോട് അയാളുടെ പദവിയെല്ലാം ഇല്ലാതായതോടുകൂടി എല്ലാവരും പുച്ഛിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്, ഞാനിവിടെ പിണറായി വിജയൻ ഒരിക്കലും സപ്പോർട്ട് കൊടുക്കുന്നില്ല. പിണറായി വിജയന്റെ വൃത്തികെട്ട ഭരണം കാരണമാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. അത് നന്നായി എന്ന് ഞാൻ പറയാം. പിണറായി വിജയന്റെ ഭരണം പോയത് നന്നായി എന്ന് ഞാൻ പറഞ്ഞിട്ട്, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. പക്ഷെ നമ്മൾ തകർന്നടിഞ്ഞു, നമ്മൾ പരാജയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു മനുഷ്യന്മാർ നമുക്കൊപ്പം ഉണ്ടാവൂല. അതിനൊരു എക്സാമ്പിൾ ഈ ഒരു വീഡിയോ ആണ്. ഓക്കെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ, സിപിഎം പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോവാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലേക്കുള്ള വരവിനാണോ പോകുന്നതെന്ന് അറിയില്ല. ഒരു പ്രതികരണമൊന്നും ഇപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നൊരു മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു. മന്ത്രിസഭാ യോഗം അത് വേണ്ടെന്ന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്, തിരുവനന്തപുരത്തേക്ക് വരികയാണ്. നേരത്തെ അവിടുന്ന് യാത്ര പറഞ്ഞ് തിരിച്ച് സാധാരണ ദിവസം വോട്ടെണ്ണൽ ദിവസം ഇങ്ങോട്ടേക്ക് കണ്ണൂർ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് എല്ലാ തവണയും വോട്ടെണ്ണൽ ഉണ്ടാവുക. പക്ഷെ അതിനു മുമ്പ് ഒരു യാത്ര നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ അവിടെ നിന്ന് മുഖ്യമന്ത്രിയായി ഇങ്ങോട്ടേക്ക് വന്ന പിണറായി വിജയൻ ഇവിടെ നിന്ന് പോകുന്നത് മുഖ്യമന്ത്രി അല്ലാതെയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, LDFന്റെ ഒരുപക്ഷെ ചരിത്രത്തിലെ അടുത്ത കാലത്തുള്ള ഏറ്റവും മോശം സീറ്റ് നിലയുമായി പ്രതിപക്ഷത്ത് ഉള്ള LDF അവസ്ഥ എന്ന നിലയ്ക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം മനുഷ്യന്മാരെ. പിണറായി വിജയൻ തോറ്റത് നന്നായി. ഒരു കാര്യം ഞാൻ പറയാം. അതായത് തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ച ഒരു സഖാവ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. അത് ഈ സമയത്ത് ആരും പറയത്തില്ല. ഞാൻ LDF കാരനൊന്നുമല്ല. പക്ഷെ നമുക്ക് ഈ ഒരു കോണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ ഇതും കൂടി ചർച്ച ചെയ്യണം. ജനങ്ങൾ, ഈ വീഡിയോ കാണുന്നവർ ഇതിൽ നിന്ന് ചിലത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ആഷ്മി ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രി, അതിനുശേഷം പറഞ്ഞു മുഖ്യമന്ത്രി അല്ല. അതിനുശേഷം അവരുടെ ടൈറ്റിൽ നിങ്ങളൊന്ന് നോക്കണം. അതായത് 10 വർഷം ഭരിച്ച, തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ചു പിണറായി വിജയൻ. അതങ്ങനെ ആരും പറയത്തില്ല. അതായത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന നല്ലതാരും പറയില്ല. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ കുറേ പേരുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു തകർച്ചയിലാണെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല. അന്ന് ഇതിൽ നിന്ന് ചെറിയൊരു പാഠം നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വെച്ചത്. അപ്പോൾ നമുക്ക് ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിലേക്ക് കടക്കാം. ആര്യ രാജേന്ദ്രന്റെ ഒരു അവസ്ഥ, ഒരു ഗതികേട് ആർക്കും വരരുത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, അതായത് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് CPM-ൽ നിന്ന് ജയിച്ച ഒരു മേയറായിരുന്നു. അവരെ, അതായത് തോക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനുശേഷം തോറ്റതിന് ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ പറയുന്ന CPM. നോക്കൂ നിങ്ങൾ, ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനുശേഷം ആര്യ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു ഓഡിയോ വെച്ച് തരാം. നിങ്ങൾ ഈ ഒരു വാർത്ത ഒന്ന് കാണണം. ഓക്കെ. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റോളില്ലാതെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. കോർപ്പറേഷൻ ഭരണം നഷ്ടമായ ശേഷം പൊതുവേദികളിൽ സജീവമല്ലാത്ത ആര്യ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത നേമം മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിനാണ് ആദ്യം എത്തിയത്. പക്ഷേ കാഴ്ചക്കാരിയുടെ റോൾ മാത്രമാണ് മുൻ മേയർക്കുണ്ടായിരുന്നത്. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. പക്ഷേ 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. മേയറായി കഴിഞ്ഞാൽ
ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. ഉദ്ഘാടകൻ വന്നപ്പോഴേക്കും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിലെത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിൽ തന്നെ. ചിലർ വന്ന് സൗഹൃദം പങ്കുവെച്ചു, ചിലർ ആര്യയുടെ കുഞ്ഞിനെ കളിപ്പിച്ച് കടന്നുപോയി. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടി തുടങ്ങി. മടുക്കാതെ മുൻ മേയർ അവിടെ തന്നെ നിന്നു. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻ മേയർ MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ തിരികെ നടന്നു. ഓക്കെ, ഞാൻ പറയാം, ഇങ്ങനൊരു ഗതികേട് വേറെ ഒരാൾക്കും വരരുത്. ഓക്കെ, ഞാനിവിടെ ആര്യ രാജേന്ദ്രൻ്റെ ഒന്നും നമ്മൾ സപ്പോർട്ടല്ല ചെയ്യുന്നത്. എൻ്റെ പേഴ്സണലി ക്യാരക്ടർ ഇങ്ങനെയാണ്. ഒരു സങ്കടം കാണുമ്പോൾ നല്ലോണം സങ്കടമാവുന്നുണ്ട്. അതാണ്. അതിപ്പോൾ BJP ആയാലും LDF ആയാലും UDF ആയാലും. സത്യം പറഞ്ഞാൽ ഒരാളെ ഇങ്ങനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കരുത്. എന്തായാലും CPMൻ്റെ വലിയൊരു വനിതാ നേതാവല്ലേ, മേയറല്ലേ, തോൽക്കും, സ്വാഭാവികമാണ്. അവർ തോറ്റതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് ഇന്നലെയാണ് മനസ്സിലായത്. പിണറായി വിജയൻ്റെ ഭരണവികാര വിരുദ്ധതയിലാണ് അവർ തോറ്റത്, വേറൊന്നുമല്ല. ഇപ്പോൾ VV രാജേഷ അവിടുത്തെ നിലവിലെ മേയർ, അയാൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കുറേ പേര് പറയുന്നത്. അതായത് ഒരു കാര്യം പറയാം, പിണറായി വിജയൻ തന്നെ ഇലക്ഷൻ റിസൾട്ട് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതാണ്. 6 റൗണ്ട് വരെ പിണറായി വിജയൻ അവിടെ ധർമ്മടത്ത് പോലും CPMൻ്റെ കോട്ടയായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 റൗണ്ട് വരെ പിന്നിലല്ലേ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ നോക്കൂ, നിങ്ങൾ തോൽവി, ഞാൻ പറയുന്നത് തോറ്റതൊക്കെ ശരി തന്നെയാണ്. ഈ ആര്യ രാജേന്ദ്രനെ സ്റ്റേജിൽ ഇരുത്തണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അവർ പാർട്ടിയിൽ ഉള്ളവരാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. എനിക്ക് personally അനുഭവം ഉണ്ട്, പാർട്ടിയിലല്ലെങ്കിലും വേറെ സംഗതിയിലായിട്ട് ഇത്തരത്തിലുള്ള അനുഭവം. അതായത് നമ്മളൊക്കെ ചേർത്ത് പിടിച്ചവർ നമ്മളെ ഒരു അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രം അറിയാം. ഇപ്പൊന്നുമല്ല, മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാക്സിമം പോവാതിരിക്കും. കുഞ്ഞു മനുഷ്യന്മാരെ, നിങ്ങൾക്ക് വിലയുള്ളടുത്ത് മാത്രം നിങ്ങൾ ചെല്ലും, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കും, അതാണ് നല്ലത്. ഇത് എൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, അതായത് 4 ആളുള്ളിടത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. പോയിട്ട് എന്തിനാണ് നിങ്ങളുടെ വില നിങ്ങൾ ഇല്ലാതാക്കുന്നത്? നമുക്ക് എവിടെ റെസ്പെക്റ്റ് കിട്ടുന്നു അവിടേക്കാണ് നമ്മൾ പോവേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമം തോന്നി. ഓക്കെ, നമുക്ക് ആര്യ രാജേന്ദ്രൻ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പല പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോടൊക്കെ വ്യക്തിപരമായി വന്ന് ഇത്തരം വിഷയങ്ങൾ പറയുന്ന പലരും ഉണ്ട്, നമ്മൾ ജനപ്രതിനിധികളായതുകൊണ്ട്. അപ്പൊ നമ്മൾ പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിക്കാത്തതെന്നാണ് നമ്മൾ ചോദിക്കുക. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, ഈ ഓഡിയോ ക്ലിപ്പ് എപ്പോൾ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതായത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഓക്കെ, ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പരക്കുന്നത് മറ്റേ സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ്. അത് എപ്പോഴത്തെ ഓഡിയോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി സങ്കടം മാത്രമാണ് തോന്നിയത്. ഇതൊരു പക്ഷേ ചിലർക്കെങ്കിലും കുരുപൊട്ടും ഈ വീഡിയോ അല്ല. മനുഷ്യന്മാരെ, എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.